ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചേമ്പും താളും അതിൻ്റെ ഇലയും കൂട്ടിയിട്ട് എങ്ങനെയാണ് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ മൺചട്ടി എടുത്തതിന് ശേഷം അതിലോട്ട് ചേമ്പും താളും ഇലയിട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് അടച്ച് വെച്ചതിന് ശേഷം നല്ലവണ്ണം കത്തിച്ചെടുക്കുക. നമ്മൾ ഇത് വാടാൻ പാടില്ല, വാടാതെ തന്നെ സൂക്ഷിക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ ചെറിയ ജീരകവും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മൾ ചേമ്പിൻ്റെ തോരൻ വെക്കുന്ന രീതിയിലല്ല അരച്ചെടുക്കേണ്ടത്, കറിക്ക് അരക്കുന്നത് പോലെ നല്ല വെണ്ണം വേണം അരച്ചെടുക്കാൻ. ഇപ്പം നല്ല വെണ്ണം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടിൻ്റെ കുറവുണ്ട്, അപ്പം അതും കൂടി ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നല്ല വെണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ചൊറി, ചില ആളുകൾക്ക് ചേമ്പ് തിന്നാൽ ഒരു ചൊറിച്ചിൽ വരും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ പുളിവെള്ളം കൂട്ടിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല തിളച്ചെടുക്കുക. പുളിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പം നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കടുകിടുക, കറിവേപ്പില, അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇട്ടതിന് ശേഷം നല്ലവണ്ണം വഴറ്റിയെടുക്കുക. വഴറ്റിയതിന് ശേഷം നമ്മൾ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കറി ഗ്രേവി രൂപത്തിലാണ് ഉണ്ടാവുക, അപ്പം അതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഇത് മുളക് കറി വെക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ പുളി ഒഴിച്ചിട്ട് ഒഴിക്കാതെയും വെക്കുന്നവരുണ്ട്. ചൊറിയാതിരിക്കണമെങ്കിൽ പുളി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി ഒന്ന് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ കാണുന്ന സമയത്ത് അതിനൊക്കെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.